അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവർ, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകൾ അതിൽ വേദനിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ സഹനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹനം അല്പകാലത്തേക്ക് വേദന നൽകുമെങ്കിലും നിത്യരക്ഷ നേടുന്നതിന് അത് സഹായകമായി മാറുന്നു. ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനമാണെങ്കിൽ, ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനത്തിൽ അനുഗ്രഹമുണ്ട്. എൻ്റെ സഹനം, എൻ്റെ വേദനകൾ, എൻ്റെ പ്രയാസങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ സഹനത്തിന് അർത്ഥമുണ്ടാകുന്നു. ആ സഹനത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അത് അനുഗ്രഹത്തിൻ്റേതാണ്. എങ്കിൽ എൻ്റെ സഹനത്തിൽ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കേണ്ടിയിരിക്കുന്നു. ആ സഹനം രക്ഷാകരമാണെന്ന തിരിച്ചറിവാണ് അപ്പോസ്തലന്മാരെ ആ സഹനത്തിൽ ആനന്ദിക്കുവാൻ പ്രേരിപ്പിച്ചത്. എങ്കിൽ എൻ്റെ ജീവിതം ഒരു ആനന്ദമായി മാറണമെങ്കിൽ, എൻ്റെ വേദനയുടെയും കഷ്ടതയുടെയും നാളിലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ സഹനത്തിന് പിന്നിൽ ഒരു രക്ഷാകര മൂല്യമുണ്ട് എന്ന്, രക്ഷാകരമായ അനുഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ സഹനം എനിക്ക് ആനന്ദം നൽകുന്നു. കഷ്ടതകൾ അല്പകാലത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നിത്യസൗഭാഗ്യമായ സ്വർഗീയ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുന്നു. എങ്കിൽ അല്പകാലത്തെ സഹനം വേണ്ട എന്ന് പറയരുത്. അല്പകാലത്തെ സഹനത്തിൽ അനേകരെ നേടിയെടുക്കുവാൻ നമുക്കൊരവസരമാണ് തമ്പുരാൻ ഒരുക്കുക. ആ സഹനത്തിലൂടെ അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അനേകരെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നമ്മെ സഹായിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അല്പകാലത്തേക്കുള്ള ഈ സഹനത്തിൻ്റെ നാളുകളിൽ അങ്ങയെ കൂടുതൽ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, അങ്ങയിൽ ആനന്ദിക്കുവാൻ, അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതി തിരിച്ചറിയുവാൻ, ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെയും ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ.